guys, welcome to VLearn Study Platform and it's me Anju. VLearn എന്ന് പറയുന്നത് ബേസിക്കലി UPSC ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണെങ്കിലും നിങ്ങൾ ഏത് എക്സാം പ്രിപ്പയർ ചെയ്യുന്നതായിക്കോട്ടെ ദിസ് ഇസ് ഫോർ യു ഗൈസ്. ഓൾ ഇന്ത്യ ലെവലിലുള്ള എല്ലാ എക്സാമും ക്രാക്ക് ചെയ്യാനുള്ള ഒരു കോമൺ പ്ലാറ്റ്ഫോം ആണ് VLearn. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ജോഗ്രഫി ആണ്. ഫസ്റ്റ് നമുക്ക് സിലബസ് നോക്കാം. ജോഗ്രഫിയുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ജനറൽ ജോഗ്രഫി ആണ്. ജനറൽ ജോഗ്രഫിയിൽ ബേസിക്കലി വരുന്നത് എർത്ത്, യൂണിവേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ എവല്യൂഷനും മറ്റുമാണ്. നമുക്കിതൊരു ബേസിക് കൺസെപ്റ്റ്സ് മാത്രം മതി, ഇൻ ഡെപ്തിൽ പോകേണ്ട ആവശ്യമില്ല. സെക്കൻഡ് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോസ്ഫിയറിനെ പറ്റിയാണ്. ബയോസ്ഫിയർ എന്ന് പറയുമ്പോൾ മൂന്ന് തരത്തിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അതായത് ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ. ലിത്തോസ്ഫിയറിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് ജിയോമോർഫോളജി, ഹൈഡ്രോസ്ഫിയറിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് ഓഷ്യനോഗ്രഫി, അറ്റ്മോസ്ഫിയറിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് ക്ലൈമറ്റോളജി. ആൻഡ് തേർഡ് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ജോഗ്രഫി ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്ത്യയിലെ റിവേഴ്സ്, ഇന്ത്യയുടെ ലൊക്കേഷൻ, ഇന്ത്യയിലുള്ള മൗണ്ടെയിൻസ്, ഇതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ ഫിസിക്കൽ ജോഗ്രഫി ഓഫ് ഇന്ത്യയിൽ പഠിക്കുന്നത്. ആൻഡ് ഫോർത്ത് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോജോഗ്രഫി. ബയോജോഗ്രഫി എന്ന് പറയുമ്പോൾ ബയോ എന്ന് പറയുമ്പോൾ എന്താണ്, സോയില്, അതുപോലെ തന്നെ വെജിറ്റേഷൻസ്, അതിനെയൊക്കെ പറ്റിയാണ് ബയോജോഗ്രഫിയിൽ പഠിക്കുന്നത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആണ്. അതായത് ഡിസാസ്റ്റർ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഫ്ലഡ്, അതുപോലെ പൊല്യൂഷൻ, അർബനൈസേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയാണ് എൻവയോൺമെന്റൽ ഇഷ്യൂസിൽ പഠിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക് ഓർ ഹ്യൂമൻ ജോഗ്രഫി. എക്കണോമിക് ജോഗ്രഫി എന്ന് പറയുമ്പോൾ ഈ നാച്ചുറൽ റിസോഴ്സസിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ പഠിക്കുന്നത്. ഹ്യൂമൻ ജോഗ്രഫി എന്ന് പറയുമ്പോൾ പോപ്പുലേഷൻ, സെറ്റിൽമെന്റ്, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രീസ്, ഇതിനെ പറ്റിയാണ് പഠിക്കുന്നത്. സോ നമുക്ക് ജോഗ്രഫി ബേസിക്കലി ഒരു 6 ടോപ്പിക് ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. ജോഗ്രഫിയുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ജോഗ്രഫിയാണ്. ജനറൽ ജോഗ്രഫിയെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് യൂണിവേഴ്സിനെ പറ്റിയുള്ള സ്റ്റഡി, എർത്തിനെ പറ്റിയുള്ളത്. അതായത് ഇതിന്റെ രണ്ടിന്റെ എവല്യൂഷൻ മാത്രമാണ് നമുക്ക് സിലബസിലുള്ളത്. അത് ഇൻഡെപ്തിൽ പോകേണ്ട ആവശ്യമില്ല, ബേസിക് കൺസെപ്റ്റ്സ് മാത്രം മനസ്സിലാക്കിയാൽ മതി. സോ ഇന്ന് നമ്മൾ പഠിക്കുന്നത് യൂണിവേഴ്സിനെ പറ്റിയാണ്. സോ യൂണിവേഴ്സിനെ നിങ്ങൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ ലോകത്ത് എന്തൊക്കെ കാണുന്നുണ്ടോ അതിനെല്ലാം കമ്പൈൻ ചെയ്ത് നമുക്ക് എന്തെന്ന് വിളിക്കാം? യൂണിവേഴ്സ് എന്ന് വിളിക്കാം. അതായത് സ്റ്റാർസ്, സ്കൈ, ഗാലക്സീസ്, പീപ്പിൾ, നിങ്ങൾ എന്തൊക്കെ കാണുന്നുണ്ടോ അതിനെല്ലാം ഒരുമിച്ച് നമുക്ക് എന്തെന്ന് പറയാം? യൂണിവേഴ്സ് എന്ന് പറയാം. സിമ്പിളായി പറഞ്ഞാൽ യൂണിവേഴ്സ് ഈസ് ഈക്വൽ ടു എവരിതിങ്. സോ ഈ യൂണിവേഴ്സിന്റെ ഒറിജിൻ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് നോക്കാം. സോ ഇതെന്താണ്? ഒരു ടൈനി പോയിന്റ് ആണ്. ഈ ടൈനി പോയിന്റിന് ഞാനൊരു സൈസ് ഫിക്സ് ചെയ്യാണ്. ഏകദേശം 30 mm വൈഡ് ആയിട്ടുള്ളൊരു ടൈനി പോയിന്റ്. ഈ ടൈനി പോയിന്റ് ബ്ലാക്ക് ഹോളിന് സിമിലർ ആണ്. അതൊരു സൂപ്പർ ചാർജ് ആയിട്ടുള്ള ബ്ലാക്ക് ഹോളിന് സിമിലർ ആയിട്ടുള്ളൊരു ടൈനി പോയിന്റ് ഉണ്ടായിരുന്നു. ഈ ടൈനി പോയിന്റിലേക്കായിരുന്നു അവിടെ ഉണ്ടായിരുന്ന എല്ലാ മാറ്റേഴ്സും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. സോ മാറ്റേഴ്സ് എല്ലാം എന്ത് ചെയ്തു? ഒരു ടൈനി പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റഡ് ആയി. സ്റ്റാൻഡേർഡ് ആയിട്ട് പറഞ്ഞാൽ കോസ്മിക് സിംഗുലാരിറ്റി. സോ ഈ കോസ്മിക് സിംഗുലാരിറ്റിയിലേക്ക് മാറ്റേഴ്സ് എല്ലാം എന്ത് ചെയ്തു? കോൺസെൻട്രേറ്റ് ചെയ്തു. സോ ഇപ്പോൾ ഒരു ബലൂണിന്റെ കേസ് എടുത്താൽ എന്ത് ചെയ്യും? എത്രത്തോളം ഗ്യാസ് അതിലേക്ക് കയറുന്നു അത്രത്തോളം എന്ത് ചെയ്യും? അതിന്റെ മാസ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യും. ഒരു പർട്ടിക്കുലർ ടൈം എത്തുമ്പോൾ ഇത് എന്ത് ചെയ്യും? ഭൂമി. അതുപോലെ ഈ ടൈനി പോയിന്റ് എന്ത് ചെയ്യും? മാറ്റേഴ്സ് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഭൂമി. ആൻഡ് ഈ ഭൂമിനെ വിളിക്കുന്ന പേരാണ് ബിഗ് ബാങ്. സോ യൂണിവേഴ്സിന്റെ ഒറിജിനെ പറ്റി പറയുന്ന തിയറിയാണ് ബിഗ് ബാങ് തിയറി. സോ ഏകദേശം ഒരു 13.7 ബില്യൺ ഇയേഴ്സ് എഗോ ആയപ്പോഴേക്കും എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈനി സിംഗിൾ പോയിന്റ് എക്സ്പ്ലോഡ് ചെയ്യാൻ തുടങ്ങി. എക്സ്പ്ലോഷൻ കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതിലുള്ള മാറ്റേഴ്സ് എല്ലാം എല്ലാ ഡയറക്ഷനിലേക്കും തെറിച്ചു പോകും. സോ ഈ എക്സ്പ്ലോഷന് ശേഷം എന്ത് മാത്രമേ റിമൈൻ ചെയ്തോളൂ? എനർജി. സോ ആഫ്റ്റർ എക്സ്പ്ലോഷൻ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. സോ ആഫ്റ്റർ എക്സ്പ്ലോഷൻ ആകെ റിമൈൻ ചെയ്തിരുന്നത് എനർജി മാത്രമായിരുന്നു. ഈ എനർജിയും നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഒരു സിംഗിൾ പോയിന്റിൽ അല്ലെങ്കിൽ ഒരു യൂണിഫൈഡ് ആയിട്ടായിരുന്നു ഇരുന്നത്. സോ ഈ യൂണിഫൈഡ് ആയിട്ട് ഇരിക്കുന്ന ഈ ആളെ
ഞാൻ സൂപ്പർ ഫോഴ്സ് എന്ന് വിളിച്ചു. സൂപ്പർ ഫോഴ്സ്. ഈ സൂപ്പർ ഫോഴ്സിന്റെ ഉള്ളില് ആരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഗ്രാവിറ്റി, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, വീക്ക് ഫോഴ്സ് ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. ഏതൊരു വസ്തുവും സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാനാണ് നോക്കുന്നത്. സോ ഈ യൂണിവേഴ്സിന്റെ ആ ഒരു ഒറിജിൻ ടൈമില് അവിടുത്തെ കണ്ടീഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫിനിറ്റ് ഹോട്ട് ആൻഡ് ഇൻഫിനിറ്റ് ഡെൻസർ ആയിരുന്നു. സോ ഓരോ ടൈം പീരീഡ് കഴിയുമ്പോഴും ഈ ഹോട്ട് കണ്ടീഷൻ ആണെങ്കിലും ഈ ഡെൻസിറ്റി ആണെങ്കിലും എന്ത് ചെയ്യും? മിനിമൈസ് ചെയ്യും. സോ ഇത് മിനിമൈസ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ആൾക്കാരൊക്കെ എന്ത് ചെയ്യും? സ്റ്റേബിൾ ആവാൻ നോക്കും. ഏതൊരു മാറ്ററും സ്റ്റേബിൾ ആവണമെങ്കിൽ ഡൗൺ ലെവലിലേക്ക് വരണം. സോ ഓരോ ലെവലിലേക്ക് അത് എത്തിച്ചേരുമ്പോഴും സം ഫോം ഓഫ് എനർജി അത് എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. സോ ഇവിടെ യൂണിഫൈഡ് ആയിട്ടിരിക്കുന്ന സൂപ്പർ ഫോഴ്സും എന്ത് ചെയ്യും? സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ നോക്കും. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള ഓരോ ഫോഴ്സുകളും എന്ത് ചെയ്യും? ഒരു ഫോം ഓഫ് എനർജി ആയിട്ട് റിലീസ് ചെയ്യും. സോ എന്ത് സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ സൂപ്പർ ഫോഴ്സിൽ നിന്ന് ഈ ഓരോ ആൾക്കാരും എന്ത് ചെയ്യും? എസ്കേപ്പ് ചെയ്യും. സോ ഫസ്റ്റ് എസ്കേപ്പ് ചെയ്ത ആളാണ് ഗ്രാവിറ്റി, പിന്നെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, പിന്നെ വീക്ക് ഫോഴ്സ് ആൻഡ് ലാസ്റ്റ് ഇസ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. സോ ഈ എനർജി ഫോംസ് റിലീസ് ആവുന്ന ഈ പീരീഡിനെ പറയുന്ന പേരാണ് റേഡിയേഷൻ ഇറ. ഓക്കെ, ഇപ്പൊ എന്താ സംഭവിച്ചത്? ആഫ്റ്റർ ബിഗ് ബാങ് എന്താണ് സംഭവിച്ചത്? റേഡിയേഷൻ ഇറയാണ് സംഭവിച്ചത്. അപ്പൊ ഓരോ ആൾക്കാർ എസ്കേപ്പ് ചെയ്യുമ്പോഴും ഓരോ കാര്യങ്ങൾ നടക്കും. നമുക്കിനി അതെന്താന്ന് നോക്കാം. അപ്പൊ ഫസ്റ്റ് റിലീസ് ആയത് ഗ്രാവിറ്റി ആണ് അല്ലെ. സോ ബിഗ് ബാങ് തിയറിയുടെ ടൈമില് ആ എക്സ്പ്ലോഷന് ശേഷം മാറ്റേഴ്സ് എല്ലാം തെറിച്ചു പോയില്ലേ? ഗ്രാവിറ്റി ഫ്രീ ആയിട്ട് വന്നാൽ എന്ത് ചെയ്യും? ഈ ഗ്രാവിറ്റി ഈ മാറ്റേഴ്സിനെ എല്ലാം എന്ത് ചെയ്യും? തിരിച്ചു പിടിക്കാൻ നോക്കും. അങ്ങനെ ഒരു തിരിച്ചുപിടുത്തം തുടങ്ങി. സെക്കൻഡ്ലി ആര് പുറത്തു വന്നു? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് പുറത്തു വന്നു. ഇത് പുറത്തു വന്നപ്പം ഇതിന്റെ കൂടെ രണ്ട് ഫ്രണ്ട്സും കൂടി വന്നിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ആളാണ് ഇലക്ട്രോൺസ്, രണ്ടാമത്തെ ആളാണ് ക്വാർട്സ്. ഈ ക്വാർട്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സബ് അറ്റോമിക് പാർട്ടിക്കിൾ. സോ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് വന്നപ്പം അതിന്റെ കൂടെ ഇലക്ട്രോൺസും വന്നു, ക്വാർട്സും വന്നു. ഇനി എന്താണ്? ലാസ്റ്റ് രണ്ടുപേരുണ്ടല്ലോ, ആരൊക്കെയാണ്? വീക്ക് ഫോഴ്സും ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സും. സോ വീക്ക് ഫോഴ്സും ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സും റിലീസ് ആവാൻ തുടങ്ങി. എപ്പോഴും ചിന്തിക്കേണ്ടത് ഓരോ സ്റ്റേജ് പോകുമ്പോഴും ഈ കണ്ടീഷൻസ് ഇങ്ങനെ മിനിമൈസ് ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീക്ക് ഫോഴ്സും ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സും റിലീസ് ആയപ്പോഴേക്കും ഈ കോക്സ് ഉണ്ടല്ലോ, ഇതെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പൈൻ ചെയ്യാൻ തുടങ്ങി. ഇത് കമ്പൈൻ ചെയ്തപ്പോൾ ഉണ്ടായ രണ്ട് ഐറ്റംസ് ആണ് ന്യൂട്രോണും പ്രോട്ടോണും. പിന്നീട് ഈ കണ്ടീഷൻ എന്ത് ചെയ്യും? മിനിമൈസ് ആവും. അപ്പൊ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ന്യൂട്രോണും പ്രോട്ടോണും കൂടി റീകമ്പൈൻ ചെയ്യും. ഈ റീകമ്പൈൻ ചെയ്ത ഈ ഐറ്റത്തിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയേ. ഓക്കെ, ഇപ്പൊ എന്റെ കയ്യിൽ ന്യൂക്ലിയ ഉണ്ട്. ന്യൂക്ലിയയുടെ സെന്ററിൽ എന്തുണ്ട്? ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ട്. ഈ ന്യൂക്ലിയർ ഫോഴ്സിനെ ആരെ അട്രാക്ട് ചെയ്യാൻ പറ്റും? ഇവിടെ ഇരിക്കുന്ന ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാൻ പറ്റും. സോ എന്തുണ്ടായി? ന്യൂട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ ആരുണ്ടായി? ആറ്റം. സോ ഇതിന് തൊട്ട് മുമ്പ് വരെയുള്ള പീരീഡ് ആയിരുന്നു റേഡിയേഷൻ ഇറ. ഇപ്പൊ ആര് വന്നു? ആറ്റം വന്നു. അതുകൊണ്ട് ആ ഇറയെ വിളിക്കുന്ന പേരാണ് മാറ്റർ. മാറ്റർ ഇറ. സോ ഇനി നമുക്ക് മാറ്റർ ഇറ എന്താണെന്ന് നോക്കാം. മാറ്റർ നേരത്തെ പറഞ്ഞ ന്യൂട്രോണും പ്രോട്ടോണും കമ്പൈൻ ചെയ്തു ന്യൂക്ലിയർ ഫോഴ്സ് വഴി ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യും. സോ യൂണിവേഴ്സിലുണ്ടായ ഫസ്റ്റ് കെമിക്കൽ എലമെന്റ് ആണ് ഹീലിയം. പിന്നെ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഹീലിയത്തിന് കുറെ വേരിയേഷൻസ് ഒക്കെ വരും കേട്ടോ. അങ്ങനെ ഈ വേരിയേഷൻസ് വരുമ്പോൾ ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ പിന്നെ ആരായി? ഹൈഡ്രോജനായി. സോ യൂണിവേഴ്സിൽ രണ്ടുപേര് വന്നു, ഹീലിയവും ഹൈഡ്രജനും. അതുകൂടാതെ ഇവിടെ എന്തുണ്ട്?
നേരത്തെ എക്സ്പ്ലോഷൻ ഒക്കെ നടന്നുകൊണ്ട് കുറെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്, പിന്നെ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ട്. ഇതെല്ലാം ഇങ്ങനെ ഇരിക്കുവാണ്. നമുക്കറിയാം ഗ്രാവിറ്റി അവിടെ ഉണ്ട് അല്ലേ. ഈ ഗ്രാവിറ്റി എന്ത് ചെയ്യും? ഈ മാറ്റേഴ്സിനെ എല്ലാം ഇങ്ങനെ പിടിച്ചു വലിക്കും. അങ്ങനെ അങ്ങനെ പിടിച്ചു വലിച്ച് ഇതൊക്കെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യും. അതായത് ഒരു പോക്കറ്റുകളുള്ള ഒരാളുടെ അടുത്തേക്ക് പോയി. ഈ പോക്കറ്റിനുള്ളിൽ ഇയാളൊക്കെ കയറിക്കൊണ്ടിരിക്കുവാണേ. എല്ലാരും കയറി കഴിഞ്ഞപ്പോ ഇതൊരു പുതിയ ആളായി. ഈ പുതിയ ആളുടെ പേരാണ് അറ്റോമിക് ക്ലൗഡ്. അറ്റോമിക് ക്ലൗഡ് എന്താണ്? ഗ്രാവിറ്റി പുള്ള് വഴി ഈ യൂണിവേഴ്സിൽ അങ്ങും ഇങ്ങും കിടക്കുന്ന മാറ്റേഴ്സിനെല്ലാം എന്ത് ചെയ്യുക? കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരാളാണ്. ഈ അറ്റോമിക് ക്ലൗഡ് വീണ്ടും വീണ്ടും എന്ത് ചെയ്യും? ഇങ്ങനെ മാറ്റേഴ്സിനെ എല്ലാം ഇങ്ങനെ അതിന്റെ പോക്കറ്റ്സിനുള്ളിൽ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കും. ഫിക്സ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇതിന്റെ സൈസ് ഇങ്ങനെ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇതൊരു ഭീകരനായിട്ട് മാറും. ആൻഡ് ഈ ഭീകരനെ പിന്നീട് നമുക്ക് അറ്റോമിക് ക്ലൗഡ് എന്ന് വിളിക്കാൻ പറ്റത്തില്ല. ആൻഡ് അതിന്റെ പുതിയ പേരാണ് ഗാലക്സി. സോ അറ്റോമിക് ക്ലൗഡിന്റെ സൈസ് ഇൻക്രീസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ് ഗാലക്സി. സോ ഇനി നമുക്ക് ഗാലക്സി ഉണ്ടായി. ഈ ഗാലക്സിക്ക് കുറച്ച് ഡെക്കറേഷൻ വർക്ക് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആളാണ് സ്റ്റാർസ്. സോ യൂണിവേഴ്സിൽ സ്റ്റാർസ് എങ്ങനെയാ ഫോം ചെയ്തതെന്ന് നോക്കാം. സ്റ്റാർസ് ഏകദേശം 10 മില്യൺ ഇയേഴ്സ് എടുത്തിട്ടാണ് ഒരു സ്റ്റാർ ഉണ്ടാവുന്നത്. സോ ഈ സ്റ്റാറിന്റെ ഫോർമേഷനും ഈ വളരെ സിമ്പിൾ ആണ്. അറ്റോമിക് ക്ലൗഡിൽ നിന്ന് തന്നെയാണ് ഈ സ്റ്റാർസ് ഫോം ചെയ്യുന്നത്. സോ നോക്കേ, ഇതാണ് അറ്റോമിക് ക്ലൗഡ് ആണ്. ഈ അറ്റോമിക് ക്ലൗഡില് ഹൈഡ്രജനും ഹീലിയവും ഡസ്റ്റ് പാർട്ടിക്കിളും ഒക്കെ ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് വളരെ സ്റ്റേബിൾ ആയിട്ട് ഇരിക്കുവാണ്. സ്റ്റേബിൾ ആണേ. പക്ഷെ നമുക്കറിയാം ഇവിടെ കുറെ ഫോഴ്സസ് ഒക്കെ ഉണ്ട്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് കിടപ്പുണ്ട്, ഗ്രാവിറ്റി കിടപ്പുണ്ട്, വീക്ക് ഫോഴ്സ് ഉണ്ട്. പിന്നീട് എന്താണ്? യൂണിവേഴ്സ് ഇങ്ങനെ എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കുവാണ്. ഇവിടെ ഒരുപാട് ആറ്റംസ് ഉണ്ട്, സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ട്. ഇതെല്ലാം ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഈ ആറ്റംസിനൊക്കെ റീകോമ്പിനേഷൻ നടക്കുമ്പോൾ ഇതുവഴി കുറെ സം ഫോം ഓഫ് എനർജി വരും. സോ ഈ ഫോഴ്സിന്റെ ഒക്കെ ഇൻഫ്ലുവൻസ് വരും. ഈ ഇൻഫ്ലുവൻസ് ഒക്കെ വന്നിട്ട് ഈ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന സ്റ്റേബിൾ ആയിട്ട് ഇരിക്കുന്ന അറ്റോമിക് ക്ലൗഡ് എന്ത് ചെയ്യും? ഡിസ്റ്റർബ് ആവും. ഡിസ്റ്റർബ് ആവുമ്പം ഈ പോക്കറ്റിലെല്ലാം സൂക്ഷിച്ചു വെച്ച ഐറ്റംസ് എല്ലാം എന്ത് ചെയ്യും? തെറിച്ചു പോകാൻ തുടങ്ങും. നമ്മളിങ്ങനെ ശേഖരിച്ചു വെച്ച സാധനം ഇങ്ങനെ തെറിച്ചു പോയാൽ നമ്മൾ എന്ത് ചെയ്യും? തിരിച്ചു പിടിക്കാൻ നോക്കും. സോ ഈ അറ്റോമിക് ക്ലൗഡും അതിന്റെ പോക്കറ്റിലിരിക്കുന്ന സാധനത്തിനെ തിരിച്ചു പിടിക്കാൻ നോക്കും. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഗ്രാവിറ്റി. സോ നമ്മൾ എന്ത് വർക്ക് ചെയ്യുമ്പോഴും, ഇപ്പൊ ഞാനിപ്പം എന്റെ കയ്യിൽ നിന്ന് തെറിച്ചു പോയ സാധനം തിരിച്ചു പഠിക്കുകയാണ്. തിരിച്ചു പിടിക്കുമ്പോൾ എന്ത് ചെയ്യും? വിയർക്കൂല്ലേ? അതായത് ഞാനൊരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സം ഫോം ഓഫ് എനർജി ഞാൻ റിലീസ് ചെയ്യണം. സോ ഈ ഗ്രാവിറ്റി വഴി എന്ത് ചെയ്യും? മാറ്റേഴ്സിനെ തിരിച്ചു പിടിക്കുമ്പോൾ ഇതിൽ നിന്നും കുറച്ച് വിയർപ്പ് തുള്ളികൾ പോകും. സോ അറ്റോമിക് ക്ലൗഡിൽ നിന്ന് കുറച്ച് വിയർപ്പ് തുള്ളികൾ പോയി. ആ ഫസ്റ്റ് വിയർപ്പ് തുള്ളിയാണ് ഹീറ്റ് ആൻഡ് സെക്കൻഡ് വൺ ഇസ് ലൈറ്റ്. സോ ഗ്രാവിറ്റി വഴി മാറ്റേഴ്സിനെ അകത്തേക്ക് കയറ്റി. അങ്ങനെ അകത്തേക്ക് കയറ്റിയപ്പം അതിൽ നിന്നും ഹീറ്റും ലൈറ്റും തിരിച്ചു പോയി. സോ മാറ്റർ അകത്തോട്ട് പോകുന്നു, അത്രത്തോളം ഹീറ്റും ലൈറ്റും പുറത്തേക്ക് പോകുന്നു. സോ ഇങ്ങനെ ഈ മാറ്റർ ഇങ്ങനെ 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 കയറി 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 ഇതിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുക. സെന്ററിലാണ് എല്ലാം അട്രാക്ട് ചെയ്യുന്നത്. ചുറ്റുമുള്ള ആൾക്കാർക്കൊന്നും വലിയ എഫക്റ്റ് ഒന്നുമില്ല. ഈ സെന്ററിൽ ഇങ്ങനെ ഇങ്ങനെ കയറി 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 വരുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ വളരെ ഹോട്ട് കണ്ടീഷൻ ആയിട്ട് മാറും. അതിനൊരു കുറച്ച് സമയം കഴിയുമ്പോൾ ഇതൊരു ഹോട്ട് ബോൾ ആയിട്ട് മാറും. അങ്ങനെ എത്രത്തോളം മാറ്റർ അകത്തേക്ക് പോകുന്നു അത്രത്തോളം ഹീറ്റും ലൈറ്റും ഔട്ടാവുന്ന ഈ കണ്ടീഷൻ ഉണ്ടല്ലോ, ഈ കണ്ടീഷൻ ഈക്വൽ ആവുന്ന ഒരു സ്റ്റേജ് വരും. ആ ബാലൻസ്ഡ് കണ്ടീഷനിലാണ് ഈ ഹോട്ട് ബാള് എന്തായിട്ട് മാറുന്നത്? സ്റ്റാർ ആയിട്ട്. അതായത് സ്റ്റാറിന്റെ കണ്ടീഷൻ തന്നെയാണെന്ന് സൈസ് ഇങ്ങനെ മാറ്റർ കയറി കയറി ഇൻക്രീസ് ആവുന്നുണ്ട്, എന്നാൽ പുറത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഹീറ്റും ലൈറ്റും കൊടുക്കുന്നു. സോ ഇങ്ങനെയാണ് എന്തുണ്ടായത്? സ്റ്റാർ ഉണ്ടായത്. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടുന്നത് യൂണിവേഴ്സിലെ പ്ലാനറ്റ്സ് ആണ്. പ്ലാനറ്റ്സിനെ പറ്റിയാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞത്.
നമുക്കറിയാവുന്ന സ്റ്റാർ ഉണ്ടെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം വിട്ടുപോയി. ഈ സ്റ്റാർ ഫോം ചെയ്യുന്ന സമയത്ത് ആകെ ഉണ്ടായിരുന്ന എലമെന്റ് ഹീലിയം ഹൈഡ്രജനും മാത്രമാണ് അല്ലേ. ഈ സ്റ്റാറിൽ നിന്നാണെങ്കിൽ ഹൈ ഇന്റൻസിറ്റിയിലുള്ള ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഹീറ്റിന്റെ ഇൻഫ്ലുവൻസ് പിന്നെ മറ്റ് പാർട്ടിക്കിൾസിന്റെ ഇൻഫ്ലുവൻസും കാരണം ഈ ഹൈഡ്രജനും ഹീലിയത്തിനും ഒക്കെ എന്ത് ചെയ്യും, വേരിയേഷൻസ് ഉണ്ടാവും. ഈ വേരിയേഷൻസിന്റെ ഫലമായിട്ടാണ് പിന്നീട് യൂണിവേഴ്സിൽ പീരിയോഡിക് ടേബിളിലുള്ള ബാക്കി എലമെന്റ്സ് എല്ലാം ക്രിയേറ്റഡ് ആയത്. ഈ എലമെന്റ്സ് ആണ് പിന്നീട് പ്ലാനറ്റ്സിന്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആയിട്ട് മാറുന്നത്. സോ ഇപ്പം സ്റ്റാർസ് വന്നതിന് ശേഷം പിന്നീട് എന്തായി, എല്ലാ എലമെന്റ്സും ക്രിയേറ്റഡ് ആയി. ഇനി പ്ലാനറ്റ്സ് എങ്ങനെയാ ഫോം ചെയ്തേ നോക്കാം. നമുക്കറിയാവുന്ന ഒരു സ്റ്റാർ സണ്ണാണല്ലോ. സണ്ണ് ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ ഒരു കമ്പാനിയൻ സ്റ്റാർ ഉണ്ട്. ഈ കമ്പാനിയൻ സ്റ്റാർ എന്ത് ചെയ്യുന്ന അറിയോ, പതുക്കെ മൂവ് ചെയ്യുന്ന ഇങ്ങനെ പോകും. ഈ പോകുന്ന വഴിക്ക് ആരെ കാണും, സണ്ണിനെ കാണും. സോ ഇവര് തമ്മിൽ എന്ത് ചെയ്യാണ്, സണ്ണിനൊരു മാസമുണ്ട്, ഈ കമ്പാനിയൻ സ്റ്റാറിനൊരു മാസമുണ്ട്. സോ ഇവിടെ നടക്കുന്നത് മാസ് ഓഫ് അട്രാക്ഷൻ. മാസ് ഓഫ് അട്രാക്ഷൻ നടന്നു കഴിഞ്ഞാൽ കുറച്ച് ഫോം ഓഫ് എനർജി എന്ത് ചെയ്യും, ഇവിടെ റിലീസ് ആവും. ഇങ്ങനെ റിലീസ് ആയതിനു ശേഷം ഈ സംഭവം ഇവിടെ എത്തി. അപ്പൊ ഇവിടെ എന്തില്ല, കമ്പാനിയൻ സ്റ്റാർ ഇല്ല. കമ്പാനിയൻ സ്റ്റാർ വന്ന് മാസ് ഓഫ് അട്രാക്ഷൻ വഴി ഇട്ടിരിക്കുന്ന മാറ്റേഴ്സ് ഇവിടെ ഉണ്ട്. ഇതുപോലെ കുറെ സ്റ്റാർസ് പോകുമ്പോൾ ഇതിന് ചുറ്റും ഇങ്ങനെ വരും അല്ലേ. ഈ സണ്ണിന്റെ കണ്ടീഷൻ എന്താണ്, വളരെ ഹോട്ടാണ്. ഇവിടെ അത്ര ഹോട്ടാണോ, അല്ല. ഇവിടെയോ അത്രയല്ല, കുറവായിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, ഇത് കണ്ടൻസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഈ ഫോംസ് എല്ലാം എന്ത് ചെയ്യും, കൺസോളിഡേറ്റ് ചെയ്ത് ഒരു ബോളായിട്ട് മാറും. ഈ ബോളുകളാണ് എന്ത്, പ്ലാനറ്റ്സ്. സോ ഏകദേശം 4.6 ബില്യൺ ഇയേഴ്സ് എഗോ ആണ് പ്ലാനറ്റ്സുകൾ ക്രിയേറ്റ് ആയത്. ഇനി നമ്മളിപ്പം സണ്ണിനെ പറ്റി പറഞ്ഞു, പ്ലാനറ്റ്സിനെ പറ്റി പറഞ്ഞു. ഈ സോളാർ സിസ്റ്റത്തില് ഏകദേശം 99% മാസും സണ്ണിൻ്റെതാണ്. ഏകദേശം 1% മാത്രമേ ഉള്ളൂ ഈ പ്ലാനറ്റ്സിന്റെ മാസ്. സോ ടെക്നിക്കലി നമ്മൾ സണ്ണിന്റെ ഇൻസൈഡ് അറ്റ്മോസ്ഫിയറിലാണ് ജീവിക്കുന്നത്. സോ നമ്മൾ ഇന്ന് എന്താണ് ഡിസ്കസ് ചെയ്തത്, ഒരു ടൈനി പോയിന്റ് ഉണ്ടായിരുന്നു, ഒരു പൊട്ടിത്തെറി നടന്നു, എനർജി ക്രിയേറ്റ് ചെയ്തു, എനർജി എസ്കേപ്പ് ആയി, അറ്റോമിക് ക്ലൗഡുകൾ ഉണ്ടായി, അറ്റോമിക് ക്ലൗഡിൽ നിന്ന് ഗാലക്സി ഫോം ചെയ്തു, സെയിം അറ്റോമിക് ക്ലൗഡിൽ നിന്ന് സ്റ്റാർസ് ഫോം ചെയ്തു, സ്റ്റാറിൽ നിന്ന് പ്ലാനറ്റ്സ് ഉണ്ടായി. സോ ഇതാണ് യൂണിവേഴ്സിന്റെ ഓറിജിൻ. സോ ഇന്ന് നമ്മൾ യൂണിവേഴ്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എർത്തിന്റെ എവല്യൂഷൻ ആണ് നോക്കുന്നത്. ഇന്ന് പുതിയൊരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒപ്പീനിയൻ ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ സ്ട്രഗ്ലിംഗ് പീരീഡിൽ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ഫ്രണ്ട്സിനും വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും കുഞ്ഞു കുഞ്ഞു ക്രിറ്റിക്സിനും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ഒപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ഞങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നതാണ്. And waiting for your valuable suggestions, and this is Anju signing out, and thank you for watching.